നമസ്കാരം. നടൻ ഇന്ദ്രജിത്തിന്റെയും പൂർണിമയുടെയും മൂത്ത മകളാണ് ഗായിക കൂടിയായ പ്രാർത്ഥന ഇന്ദ്രജിത്ത്. വിദേശത്ത് സംഗീത പഠനവും മറ്റും നാട്ടിലെത്തി തന്റെ കൂട്ടുകാർക്കും സഹപ്രവർത്തകർക്കും ഒപ്പം സംഗീത ലോകത്തെ കണ്ടും കേട്ടും മനസ്സിലാക്കുന്ന തിരക്കിലാണ് പ്രാർത്ഥന സോഷ്യൽ മീഡിയയിൽ സജീവമാണ്. നക്ഷത്ര അഭിനയ വഴി തെരഞ്ഞെടുക്കുമ്പോൾ പാട്ടിലായിരുന്നു പ്രാർത്ഥനയുടെ താല്പര്യം. +2 കഴിഞ്ഞതിന് പിന്നാലെ US പോയി മ്യൂസിക് പഠിച്ചിരുന്നു താരപുത്രി. അഡ്മിഷന്റെ കാര്യങ്ങളെല്ലാം ശരിയാക്കിയത് അവൾ തന്നെയായിരുന്നു. ഇന്ദ്രനും പൂർണിമയും ഒന്നും അറിയേണ്ടി വന്നിട്ടില്ല. സ്റ്റേജ് ഷോയ്ക്കൊക്കെയായി സജീവമാണ് പ്രാർത്ഥന. അച്ഛമ്മ പരിപാടി കാണാൻ വരണമെന്നൊക്കെ പറഞ്ഞ് വിളിക്കാറുണ്ടെന്ന് നേരത്തെ മല്ലിക സുകുമാരൻ പ്രാർത്ഥനയെക്കുറിച്ച് പറയുമ്പോൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അവളുടെ ഇംഗ്ലീഷ് പാട്ടുകളൊന്നും എനിക്കറിയത്തില്ല, പിന്നെ വരാമെന്ന് പറഞ്ഞ് ഞാൻ ഒഴിയാറാണ് പതിവ്. അവളുടെ ഇഷ്ടമനുസരിച്ചാണ് വസ്ത്രം ഇടുന്നത്. അതിലൊന്നും ഇത്രയധികം വിമർശനത്തിന്റെ ആവശ്യമില്ലെന്ന് മല്ലിക സുകുമാരൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവളുടെ ഇഷ്ടമനുസരിച്ചാണ് വസ്ത്രമിടുന്നത്, അതിലൊന്നും ഇത്രയധികം വിമർശനത്തിന്റെ ആവശ്യമില്ല. അഭിമുഖങ്ങളിലെല്ലാം കൊച്ചുമകളെക്കുറിച്ച് വാചാലയാവാറുണ്ട് മല്ലിക സുകുമാരൻ. പ്രാർത്ഥന എന്നാണ് അവർ വീടിന് പേര് നൽകിയത്. സോഷ്യൽ മീഡിയയിലൂടെയായി തന്റെ വിശേഷങ്ങളെല്ലാം പങ്കിടാറുണ്ട് പ്രാർത്ഥന. പ്രിയപ്പെട്ട പൂച്ചയെ കാണാതായതിനെക്കുറിച്ച് പറഞ്ഞുള്ള കുറിപ്പും താരപുത്രി അടുത്തിടെ പങ്കുവച്ചിരുന്നു. ഇതെന്റെ ബേബി ടൈഗറാണ്. 1 വർഷം മുൻപായിരുന്നു ഇവളെ ഞാൻ വീട്ടിലേക്ക് കൊണ്ടുവന്നത്. കാർ ഗാരേജിൽ നിന്നായിരുന്നു ഇവളെ എനിക്ക് കിട്ടിയത്. പുറത്തൊക്കെ കാണുന്ന പോലെയുള്ള സാധാരണ പൂച്ചയായിരുന്നു തുടക്കത്തിൽ അവൾ. പിന്നെയാണ് ഞാൻ അവളുടെ കണ്ണുകൾ ശ്രദ്ധിച്ചത്. നിറയെ സ്നേഹവും വാത്സല്യവും ഒക്കെയായി തികച്ചും വ്യത്യസ്തമായിരുന്നു അവ. ഞാൻ ഇതുവരെ കണ്ടതിൽ ഏറ്റവും നിഷ്കളങ്കവും വിധേയത്വവുമുള്ള ജീവിയാണ് അവൾ. എൻ്റെ മോശം അവസ്ഥയിലും അവൾ എനിക്കൊപ്പം ഉണ്ടായിരുന്നു. എൻ്റെ അടുത്ത് വന്നിരിക്കും. എല്ലാം മനസ്സിലായതുപോലെ. ഞാൻ ഹാപ്പി മൂഡിലാണെങ്കിൽ അവൾ എനിക്ക് ചുറ്റും ഓടിപ്പാഞ്ഞ് നടക്കും. അത്രയും അടുപ്പമായിരുന്നു ഞങ്ങൾ തമ്മിൽ. എൻ്റെ കുട്ടിയെ പോലെയാണ് ഞാൻ അവളെ കൊണ്ടു നടന്നിരുന്നത്. അവൾക്ക് സംസാരിക്കാൻ കഴിയില്ലെങ്കിലും അവളുടെ നോട്ടത്തിലൂടെ ആ സ്നേഹം ഞാൻ തിരിച്ചറിഞ്ഞതാണ്. ഒരാഴ്ച മുൻപാണ് ടൈഗുവിനെ എനിക്ക് മിസ്സായത്. പുറത്ത് കളിക്കാനൊക്കെ വിടാറുള്ളതാണ്. ഈ ചുറ്റുപാടൊക്കെ അവൾക്ക് പരിചിതമാണ്. ഗേറ്റിന് പുറത്തെ ലോകം അറിയാനുള്ള ആകാംക്ഷയിലായിരിക്കാം അവൾ പുറത്തേക്ക് പോയത്. 1-2 ദിവസത്തിനകം തിരികെ വരുമെന്നായിരുന്നു ഞാൻ കരുതിയത്. ഒരാഴ്ചയായി ഇപ്പോൾ അവൾ ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. അത് ഓർക്കുമ്പോൾ വിഷമമാണ്. മറ്റുള്ള പൂച്ചകളോടൊപ്പം അവളും ഓടിപ്പാഞ്ഞ് നടക്കുന്നുണ്ടാവും എന്നോർത്ത് ഞാൻ സ്വയം ആശ്വസിക്കുന്നു. അതേസമയം എന്നിലെ അമ്മ ഫീലിങ്സിൽ അവളെ ഓർത്ത് ആദിയാണ്. അവളെ എനിക്ക് മിസ് ചെയ്യുന്നുണ്ട്. അവൾ വീണ്ടും വീട്ടിലേക്ക് വരുന്നതിനായി കാത്തിരിക്കുകയാണ് ഞാൻ എന്നുമായിരുന്നു പ്രാർത്ഥന കുറിച്ചത്. നിരവധി പേരായിരുന്നു കുറിപ്പിന് താഴെയായി അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയത്. വിഷമിക്കേണ്ട, അവൾ എന്തായാലും തിരിച്ചു വരും. വീട്ടിനകത്ത് വളരുന്ന പൂച്ചകൾക്ക് പുറം ലോകത്ത് അധികം നിൽക്കാനാവില്ല. മറ്റു പൂച്ചകളെയും പട്ടികളെയും ഒക്കെ കാണുമ്പോൾ പേടിയായിരിക്കും. വൈകാതെ തന്നെ അവൾ തിരിച്ചു വരും. അവളെ തിരിച്ചു കിട്ടിയാൽ അറിയിക്കണം. ആ വാർത്തയ്ക്കായി കാത്തിരിക്കുന്നു എന്നായിരുന്നു എല്ലാവരും പറഞ്ഞത്. അതേസമയം നേരത്തെയും താരപുത്രി തന്റെ പെറ്റിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. താരപുത്രി ഒരു ടാറ്റു പകർത്തിയ വിശേഷം നേരത്തെ പങ്കിട്ടിരുന്നു. ടാറ്റുവിന്റെ കൂർത്ത സൂചി തൊലിപ്പുറത്ത് പതിയുമ്പോൾ ഏത് കഠിനഹൃദയരും വേദന അറിയേണ്ടി വരുമെന്നത് വാസ്തവം. പക്ഷെ ആ ടാറ്റു പതിപ്പിച്ച ശേഷം സുഹൃത്തിനെ കെട്ടിപ്പിടിച്ച പ്രാർത്ഥനയ്ക്കും കണ്ണുകൾ നിറഞ്ഞു കവിഞ്ഞു. അതിന് കാരണം സൂചി കൊണ്ട വേദനയല്ലായിരുന്നു എന്ന് മാത്രം. പ്രാർത്ഥനയെ വിട്ടുപിരിഞ്ഞ വളരെ വേണ്ടപ്പെട്ട ഒരു ബന്ധമാണ് ആ ടാറ്റുവിലൂടെ പുനർജനിച്ചത്. പ്രാർത്ഥനയ്ക്ക് മാത്രമല്ല, അനുജത്തി നക്ഷത്രയ്ക്കും ഇന്ദ്രജിത്ത് കുടുംബത്തിന് മുഴുവനും ആ വേദന ഇനിയും ഉൾക്കൊള്ളാൻ സാധിച്ചു എന്ന കാര്യം സംശയമാണ്. ഈ ഓമന മുഖമാണ് പ്രാർത്ഥനയുടെ കയ്യിൽ മരണമില്ലാത്ത ഓർമ്മയായി മാറിയത്. പ്രാർത്ഥന ചേർത്ത് പിടിച്ചിരുന്നത് അവരുടെ പ്രിയപ്പെട്ട ബെബുവിനെയാണ്. അവരുടെ പ്രിയ വളർത്തുനായിയായിരുന്നു കുഞ്ഞു ബെബു. പ്രാർത്ഥനയും നക്ഷത്രയും ചെറിയ കുട്ടികളായിരുന്ന നാളുകളിലാണ് അവരുടെ അച്ഛൻ ഇന്ദ്രജിത്ത് ബെബുവിനെ മക്കൾക്ക് സമ്മാനമായി കൊണ്ടുവന്നത്. തീർത്തും ആകസ്മികമായിരുന്നു ബൈബുവിന്റെ വേർപാട്. എന്റെ ഹൃദയത്തിന്റെ ഒരു തുണ്ട് എന്നേക്കുമായി നഷ്ടമായിരുന്നു എന്നായിരുന്നു പ്രാർത്ഥന ബൈബുവിന്റെ വേർപാടിൽ ഇൻസ്റ്റാഗ്രാമിൽ കുറിച്ചത്. തീർത്തും ആരോഗ്യവാനായ ബൈബുവിന് ഇത്ര വേഗം എന്ത് സംഭവിച്ചു എന്ന ചോദ്യം ആ വേർപാടിന്റെ പോസ്റ്റ് കണ്ട ചിലർ ചോദിക്കുകയുണ്ടായി. പലർക്കും ആ വേദന അനുഭവിച്ചതിന്റെ നേർസാക്ഷ്യവുമുണ്ട്. വേർപാടിന്റെ ആഴങ്ങളിലേക്ക് ആഴ്ന്നു പോകാതിരിക്കാൻ ബെബുവിനെ ഒപ്പം കൂട്ടുക മാത്രമായിരുന്നു പ്രാർത്ഥനയ്ക്ക് മുന്നിലെ ഏക പോംവഴി. അതിന് കണ്ട പരിഹാര മാർഗമാണ് കയ്യിലെ ആ ടാറ്റു. ബെബുവിന്റെ ഓമന മുഖം അതുപോലെ ടാറ്റു ചെയ്തിട്ടുണ്ട്. ടാറ്റു സ്റ്റുഡിയോയിൽ സന്തോഷത്തോടെ കയറിയെങ്കിലും ഇറങ്ങാൻ നേരം അതുവരെ തടഞ്ഞു നിർത്തിയിരുന്ന ദുഃഖം അണപൊട്ടി. സുഹൃത്തിന്റെ തോളിൽ ചേർന്ന് നിന്ന് പ്രാർത്ഥന ആ ദുഃഖം പുറത്തേക്കൊഴുകി. ആ പഞ്ഞിക്കെട്ട് പോലെ തന്റെ കൂടെ നടന്ന ബെബുവിന്റെ ഓമന മുഖം പ്രാർത്ഥന ഇന്ദ്രജിത്തിന്റെ കയ്യിൽ ടാറ്റുവായി പതിഞ്ഞപ്പോഴുള്ള ചിത്രമായിരുന്നു അന്ന് പങ്കുവച്ചത്. അതേസമയം പ്രാർത്ഥനയും നക്ഷത്രയും സോഷ്യൽ മീഡിയയിൽ അച്ഛനെയും അമ്മയേക്കാളും വലിയ താരങ്ങളാണ്. പക്ഷേ ഈ കുട്ടികൾ ഏറ്റവും അധികം വിമർശനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുള്ളത് ഇവിടെ വസ്ത്രധാരണത്തിന്റെ പേരിലാണ്. പ്രത്യേകിച്ചും ഇന്ദ്രന്റെ മൂത്ത മകൾ പ്രാർത്ഥനയുടേത്. പ്രാർത്ഥനയുടെ വസ്ത്രധാരണത്തെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ വരുന്ന അഭിപ്രായങ്ങളെക്കുറിച്ച് ഇന്ദ്രജിത്തിന്റെ അമ്മയും നടിയുമായ മല്ലിക സുകുമാരൻ എപ്പോഴും സംസാരിക്കാറുണ്ട്. പ്രാർത്ഥനയുടെ ഇഷ്ടമാണ് അവളുടെ വസ്ത്രധാരണ രീതി എന്ന് മല്ലിക പറഞ്ഞിരുന്നു. കീറിയ പാൻറ്റും സ്ലീവ്ലെസ് വസ്ത്രങ്ങളുമാണ് ധരിച്ചിരുന്നതെന്ന് പറയുന്നവരുണ്ട്. ആ കുട്ടിക്ക് 10-16 വയസ്സ് പ്രായമുണ്ട്. നാളെ പൂർണിമ അത് ധരിക്കുമെന്ന് പറയട്ടെ. ഇന്ദ്രനും എതിർപ്പില്ല, കുട്ടിയുടെ അച്ഛനും അമ്മയ്ക്കും എതിർപ്പില്ല. പിന്നെ എന്ത് പറയാൻ? പൂർണിമയുടെ പ്രധാന ജോലി ഒരു ബുട്ടീക്കാണ്. പഴയ സാരികൾ മുറിച്ച് തുന്നുകയും
ഫോട്ടോ എടുക്കുകയും പലർക്കും അയച്ചു കൊടുക്കുകയും ചെയ്യുന്നു. ഫോട്ടോകൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി മാത്രമല്ല, പൂർണിമ പുറത്ത് ധാരാളം ബിസിനസ് ചെയ്യുന്നുണ്ട്. പ്രാർത്ഥന ഒരു കുട്ടിയല്ലേ. ലണ്ടനിൽ പഠിക്കാൻ പോകുമ്പോൾ കീറിയ പാൻറ്റുകളോ സ്ലീവ്ലെസ് വസ്ത്രങ്ങളോ ധരിക്കുന്നു. അവൾ ഇവിടെ വരുമ്പോൾ അവൾ ഇവിടെ ഉള്ളതുപോലെ തന്നെ വസ്ത്രം ധരിക്കുന്നു. പ്രാർത്ഥന സാരി ധരിച്ച് എൻ്റെ കൂടെ ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ട്. അതൊക്കെ അവരുടെ ഇഷ്ടങ്ങളാണ്. നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഞാൻ പറയും. ഓരോ സദസ്സിലേക്കും പോകുമ്പോൾ അവിടെ കൂടുതൽ വിമർശകർ ഉണ്ടാകും. ആളുകൾക്ക് എന്തെങ്കിലും പറയണമല്ലോ എന്നാണ് മല്ലിക സുകുമാരൻ പറഞ്ഞത്. അതേസമയം പൂർണിമ ഇന്ദ്രജിത്ത് ഒട്ടുമിക്ക സ്ത്രീകളുടെയും റോൾ മോഡലാണ്. വിവാഹശേഷവും കരിയറും സ്വപ്നങ്ങളും ഒരുപോലെ നേടിയെടുത്ത് മുന്നോട്ട് പോകുന്നു. നടിക്ക് ഏറ്റവും കൂടുതൽ വിമർശനം ലഭിക്കാറുള്ളത് മക്കളായ പ്രാർത്ഥനയുടെയും നക്ഷത്രയുടെയും വസ്ത്രധാരണത്തിന്റെ പേരിലാണ്. മക്കൾ അല്പ വസ്ത്രധാരികളായി നടക്കാൻ അമ്മ പ്രോത്സാഹിപ്പിക്കുമെന്ന തരത്തിലാണ് കമന്റുകളേറെയും. അതേസമയം മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബോണ്ടിങ് എങ്ങനെയായിരിക്കണം എന്നതിനെക്കുറിച്ച് പൂർണിമ ഇന്ദ്രജിത്ത് പറഞ്ഞ വാക്കുകളും ശ്രദ്ധ നേടിയിരുന്നു. മാത്രമല്ല അതിന് വന്ന പ്രേക്ഷക പ്രതികരണങ്ങളും ചർച്ചയായിരുന്നു. ഒരു സമയത്ത് മാതാപിതാക്കളായി തന്നെയാണ് ഇരിക്കേണ്ടതെന്ന് പൂർണിമ പറയുന്നു. ആദ്യത്തെ കുഞ്ഞുണ്ടാകുമ്പോൾ നമുക്കെല്ലാം ഫസ്റ്റ് ടൈമാണ്. അതൊരു കോർ മെമ്മറിയായി മനസ്സിലുണ്ടാകും. അതുകൊണ്ടാണെന്ന് തോന്നുന്നു എല്ലാവരും രണ്ടാമത്തെ കുഞ്ഞ് എങ്ങനെയാണ് വളർന്നതെന്ന് പോലും ഓർമ്മയില്ലെന്ന് പറയുന്നത്. ആദ്യത്തെ കുഞ്ഞിനെ പരിപാലിച്ചാണ് പല കാര്യങ്ങളും പഠിച്ചത്. രണ്ടാമത്തെ കുഞ്ഞായി നക്ഷത്രം വന്നപ്പോൾ അതിൽ നിന്നും പ്രോഗ്രസ് ഉണ്ടായി. ഓരോ കുടുംബവും ഓരോ കുഞ്ഞും വ്യത്യസ്തരാണ്. പ്രാർത്ഥനയെ വളർത്തിയതുപോലെ എനിക്ക് നക്ഷത്രയെയും വളർത്താമെന്ന് ചിന്തിക്കുന്നത് തെറ്റാണെന്ന് എനിക്ക് പിന്നെ മനസ്സിലായി. പ്രത്യേകിച്ച് ടീനേജ് ആയപ്പോൾ. ഒരു രീതിയിൽ നോക്കിയാൽ ഇതിനെല്ലാം ഭയങ്കരമായ ഒരു ബ്യൂട്ടിയുണ്ട്. മക്കൾക്ക് ഫ്രീഡത്തിൽ ബൗണ്ടറി സെറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ കൂടി ഉള്ളതുകൊണ്ട്. ഇപ്പോൾ നമുക്കൊപ്പം സമൂഹം കൂടി ഇടപെട്ടാണ് മക്കളെ വളർത്തുന്നത്. എക്സ്പീരിയൻസ് ആണ് ബെസ്റ്റ് ടീച്ചർ. ഇപ്പോൾ ഞാൻ നക്ഷത്രയുടെ കാര്യങ്ങൾ നോക്കാൻ പ്രാർത്ഥനയുടെ സഹായം കൂടി ചോദിക്കാറുണ്ട്. അവളും അത് ചെയ്തു തരും. ജീവിതത്തിൽ ഏറ്റവും പ്രധാനം അവനവൻ്റെ കാലിൽ നിൽക്കാൻ പറ്റുക എന്നതാണെന്ന് ഞാൻ എൻ്റെ കുട്ടികളോട് പറയാറുള്ള കാര്യമാണ്. സ്വന്തമായി ഒരു തൊഴിലുണ്ടാവുക, ഒരാളെയും ആശ്രയിക്കാതെ ജീവിക്കുക എന്നതൊക്കെ പ്രധാനമാണ്. ഏത് സാഹചര്യത്തിൽ നിന്നും മാറി നിന്നാലും എനിക്ക് സ്വയമേ ജീവിക്കാൻ പറ്റുമെന്ന കോൺഫിഡൻസ് തരുന്നത് തൊഴിലാണ്. എനിക്ക് 45 വയസ്സായി. പക്ഷേ ഞാൻ എൻ്റെ അമ്മയോട് എൻ്റെ കൂട്ടുകാരികളോട് പറയുന്ന കാര്യം ഈ പ്രായത്തിൽ ഞാൻ പറയില്ല. പറയേണ്ട കാര്യങ്ങൾ മാത്രമേ പറയൂ. അത് മനസ്സിലാകണമെങ്കിൽ ഒരു അമ്മയുടെ സ്ഥാനത്ത് നിന്നാലേ മനസ്സിലാകൂ. ആ ഒരു ബാലൻസ് കീപ്പ് ചെയ്ത് പോകാൻ ശ്രമിക്കണമെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ ഫ്രണ്ടാകാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ അതിന് എനിക്ക് ഉത്തരം പറയാൻ പറ്റില്ല. മാതാപിതാക്കളായി തന്നെയാണ് ഇരിക്കേണ്ടത്. ഇടയ്ക്ക് കുട്ടികൾക്ക് ഫ്രണ്ട്സിനോട് തോന്നുന്നത് പോലുള്ള ആ ഒരു കംഫർട്ടും എന്ന് തുറന്ന് പറയാനുള്ള, അവരെ കുറ്റപ്പെടുത്താതെയും ജഡ്ജ് ചെയ്യാതെയും അവർക്കെല്ലാം തുറന്ന് പറയാനുള്ള സ്പേസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാമെന്ന് പൂർണിമ പറഞ്ഞു. നല്ല അമ്മയായിട്ടും എന്തുകൊണ്ട് മാന്യമായി വസ്ത്രം ധരിക്കാൻ മക്കളെ ഉപദേശിക്കുന്നില്ല എന്നാണ് കമന്റുകൾ. മുമ്പൊരു അവാർഡ് ചടങ്ങിൽ പങ്കെടുക്കാൻ പോയപ്പോൾ ധരിച്ച വസ്ത്രത്തിന്റെ പേരിലും പ്രാർത്ഥനയ്ക്ക് നേരെ വിമർശനം ഉയർന്നിരുന്നു. ബോഡി ഷേമിംഗ് കമന്റുകൾ നിരവധി ഏറ്റുവാങ്ങാറുള്ള താരപുത്രി കൂടിയാണ് പ്രാർത്ഥന ഇന്ദ്രജിത്ത്. അച്ഛനും അമ്മയും കൊച്ചച്ഛനും അച്ഛമ്മയുമെല്ലാം അഭിനയത്തിൽ താല്പര്യമുള്ളവരാണെങ്കിൽ പ്രാർത്ഥനയ്ക്ക് ഇഷ്ടം സംഗീതമാണ്. ഇതിനോടകം നിരവധി സിനിമകളിൽ പിന്നണി പാടിക്കഴിഞ്ഞു. വിദേശ പഠനം കഴിഞ്ഞ് നാട്ടിൽ തിരികെ എത്തിയ പ്രാർത്ഥന സംഗീത നിശകളുമായും സജീവമാണ്.